നമ്മുടെ ബോഡിയിൽ ദിവസവും ലക്ഷക്കണക്കിന് ഇമ്മ്യൂൺ സെൽസ് ആക്റ്റീവാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് വൈറസ്, ബാക്ടീരിയ ഇതിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബട്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സെൽസിനെ എന്തുകൊണ്ട് അത് അറ്റാക്ക് ചെയ്യുന്നില്ല? ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിനാണ് മെഡിസിനിൽ ഈ വർഷത്തെ നൊബേൽ പ്രൈസ് ലഭിച്ചത്. മാരി ബ്രൂങ്കോ, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സക്കാഗുച്ചി ഇവർ 3 പേരാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഗാർഡ്സിനെ കണ്ടെത്തിയിട്ടുള്ളത്. അവയാണ് റെഗുലേറ്ററി ടി സെൽസ് അല്ലെങ്കിൽ ടി റെക്സ്, നമ്മളുടെ ബോഡിക്കകത്തെ പീസ് മേക്കേഴ്സ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പവർഫുൾ ആണ്, പക്ഷെ അത് കൺട്രോൾ വിടുന്ന സമയത്ത് നമ്മുടെ സെൽസിനെ അത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് ടി റെഗുലേറ്ററി സെൽസിന്റെ ഫംഗ്ഷൻ വരുന്നത്. 1995 ഷിമോൺ സക്കാഗുച്ചിയാണ് ഈ സെൽസിനെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ടി റെക്സ് ശരിയായി പ്രവർത്തിക്കാതിരുന്നാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ടിഷ്യൂസിനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. 2001 മാരി ബ്രൂങ്കോ, ഫ്രെഡ് റാംസ്റ്റൽ ഇവർ 2 പേര് കൂടി ചേർന്നിട്ടാണ് FOXP3 ജീനെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ FOXP3 ജീനാണ് കൺട്രോളിംഗ് യൂണിറ്റ് ആയിട്ട് ടി റെക്സിനെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങളുടെ ബയോളജി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കണ്ടന്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.